ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാൾ, എൻ്റെ അച്ചമ്മയുടെ പിറന്നാളാണ്. ഇതാണ് അച്ചമ്മ. ഇന്ന് നവതി കൂടിയാണ്, അതായത് അച്ചമ്മയ്ക്ക് 90 വയസ്സ് പൂർത്തിയാവുകയാണ്. അപ്പം രാവിലെ തന്നെ അച്ചമ്മയും അച്ചാച്ചനും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീ സുബ്രഹ്മണ്യ ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെയാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വല്യച്ഛൻ്റെ വീട്. അപ്പം വല്യമ്മയും എൻ്റെ അച്ഛനും പിന്നെ ഏട്ടനും ഏട്ടൻ്റെ മോനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് അച്ഛൻ, ഇത് വല്യമ്മ. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൃഥ്വി, ഏട്ടൻ്റെ മോനാണ്. ഏട്ടൻ എന്ന് പറയുന്നത് വല്യച്ഛൻ്റെ മോനാണ് കേട്ടോ, കസിൻ ബ്രദർ. അപ്പോൾ എല്ലാവരും റെഡിയായി കാറ് കയറി. അച്ഛമ്മയും അച്ഛനൊന്നും അങ്ങനെ അധികം പുറത്തേക്ക് പോകാറില്ല, അമ്പലത്തിലൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അവരങ്ങനെ അമ്പലത്തിൽ പോയി. തിരിച്ച് വന്നതിന് ശേഷം അച്ഛൻ്റെ 2 സുഹൃത്തുക്കൾ വീട്ടിൽ വന്നായിരുന്നു. അച്ഛമ്മയെ പൊന്നാടയൊക്കെ അണിയിച്ച് ആദരിച്ചു. അതിന് ശേഷമാണ് ഏട്ടൻ കേക്കുമായിട്ട് വന്നത്. പതിവ് പോലെ തന്നെ ഞങ്ങൾ സെലിബ്രേന്നാണ് ഇത്തവണയും കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. കാരപ്പറമ്പ് ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം ഇത്തവണത്തെ ഫ്ലേവർ വാഞ്ചോ ആണ്, വാനില ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവർ. ഹാപ്പി 90th ബർത്ത്ഡേ എന്നൊക്കെ കേക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയിലെല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അച്ഛമ്മയും അച്ഛനും പരസ്പരം കേക്ക് കൊടുത്തു, കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചായിരുന്നു. അതിനുശേഷം റിലേറ്റീവ്സ് എല്ലാവരും അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, 1-2 എണ്ണം മാത്രം വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സദ്യയാണ്. അപ്പോൾ ഇത് ആൻറ്റീൻ്റെ മോനാണ്. അപ്പോൾ ഇന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല കട്ട് ചെയ്യാണ്. അപ്പം വീട്ടിൽ തന്നെ വാഴേൻ്റെ ഇലയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ പായസം വന്നത്. ഇന്ന് പാപ്പിയാണ് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാപ്പൻ്റെ വീടും. ഇതിപ്പോൾ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാവരും ചേർന്ന് ഓരോ വിഭവമായിട്ട് ഇലയിൽ വിളമ്പാൻ തുടങ്ങി. ഇന്നിപ്പം നോണൊന്നുമില്ല, ചിക്കനും മീനും ഒന്നുമില്ല, പ്യുവർ വെജിറ്റേറിയൻ സദ്യയാണ്. പിറന്നാളാണല്ലോ. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യേൻ്റെ എല്ലാ വിഭവങ്ങളും ഒന്നുമില്ല കേട്ടോ. ചോറിന് സാമ്പാർ, അവിയൽ, പച്ചടി, പുളിയിഞ്ചി, പിന്നെ കാബേജിൻ്റെ തോരൻ, പപ്പടം, 2 വിധം പായസം, സേമിയ പായസവും കടലപ്പരിപ്പ് പായസവും. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക.